നീ
എന്റെ മറുപടി പറയുന്നു. നീ എന്റെ മറവിടവും നീ എന്റെ പാലം നീ എന്റെ പായലും നീ എന്റെ ആശ്വാസവും നീ എന്റെ മറവിടവും നീ എന്റെ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ. ദൈവത്തിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ ആരാധിക്കും ഞാൻ പൂർണ്ണഹൃദയമോടെ. ദൈവത്തിൻമുഖം ജീവകാലമെല്ലാം സേവിച്ചിടും ഞാൻ എൻ കർത്താവ് ആരാണ് എനിക്കെന്നുള്ള തിരിച്ചറിവുകൾ ദൈവത്തെ നാം ആരാധിക്കുമ്പോൾ ഒരു സത്യമുള്ള മനുഷ്യരാകണം. ഇതേ കണ്ടീഷനാണ് ആ സ്ത്രീയുടെ ജീവിതത്തിൽ സംഭവിച്ചത്. അവൾ യേശുവിനെ കുറിച്ച് കേൾക്കുക. നമ്മൾ എന്താ കേൾക്കുന്നത്? യേശുവിന്റെ രക്ഷകനാണ്, യേശുവിന്റെ സൗഖ്യദായകനാണ്, കർത്താവിന്റെ മറവിടമാണ്. ഇത് നാം പറഞ്ഞ കർത്താവിനെ ആരാധിക്കുമ്പോൾ ഒരു കാര്യം അവന്റെ നിങ്ങൾ മറന്നു പോകരുത്. ഇത് പറയുന്നത് നിങ്ങൾ സത്യമാണെങ്കിൽ, ഇത് നിങ്ങളുടെ യാഥാർത്ഥ്യമാണെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പറയാം, കർത്താവ് ആ കരുവത്തിന്റെ തുടർന്നവനെ ആമേൻ. അവളോട് ആരും പറഞ്ഞു, അവൾ ഈശോനെ കുറിച്ച് കേട്ടപ്പോ അവൾക്ക് വേണ്ടത് ഒരു സൗഖ്യമാണ്. അതിനവൾ പറയുക ഹല്ലേലൂയ. ആ കർത്താവ് ആരാണെന്ന് അവൾ ആമേൻ അറിഞ്ഞുകൊണ്ട് അവൾ പറയുക, ഈ കർത്താവിനെ കാണണ്ട, അവന്റെ കരവിനെ തൊടണ്ട. ഹല്ലേലൂയ. പക്ഷെ ഞാനൊന്ന് അവന്റെ വസ്ത്രത്തിന്റെ തൊകല് തൊടാൻ എനിക്ക് കഴിഞ്ഞാൽ ഞാൻ രക്ഷപ്പെടും. കാരണം ആ യേശു ആരാണ്. ഞാൻ ആരെ കുറിച്ചാ കേൾക്കട്ടെ? ഇതുപോലെ നമ്മൾ ആരാധിക്കുന്ന ദൈവം ആരാണ്? അവൻ തിരുവനം പറയുന്നതാണ്, വിശ്വാസം കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. നമ്മൾ ഈ ദൈവ സാന്നിധ്യത്തിന്റെ മുമ്പിൽ നാം വിശ്വാസത്തോടെ പ്രതികരിക്കുമ്പോൾ യേശുവിന്റെ നാമത്തിൽ നാം നമ്മുടെ ദൈവം ആരാണെന്നാ പറയുന്നത്, ആ ദൈവത്തിന്റെ മഹത്വം നിങ്ങൾ കാണുക തന്നെ ചെയ്യും. യേശുവിന്റെ നാമത്തിൽ നമ്മുടെ കർത്താവ് ഈ ഭൂമിയിലായിരുന്ന സമയത്തെല്ലാം നമുക്കതാ കാണാൻ കഴിയുന്നത്. വിശ്വാസത്തോടെ വന്നവരാരും വെറുങ്കയായി മടങ്ങിപ്പോയില്ല. കാരണം വിശ്വാസത്തോടെ വരുന്നവൻ ദൈവത്തിന്റെ മഹത്വമാണ് കാണുന്നത്. അത് ദൈവത്തിന്റെ വാഗ്ദത്തമാണ്. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിരുന്നു. വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം കാണുവാനിടയായിരുന്നു. അത് ദൈവത്തിന്റെ യേശുവിന്റെ നാമത്തിൽ അവൻ ദൈവം പറയുന്നതാണ്. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവമാണ് ഈ
നീതിയായി കണക്കിട്ടു. ആമേൻ. അബ്രഹാം ദൈവത്തെ വിശ്വസിച്ചു, ദൈവം അത് നീതിയായി കണക്കിട്ടു. ആമേൻ. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാകാൻ പറ്റുന്ന ഒരു സത്യമുണ്ട്, വിശ്വസിക്കുന്നതിന്റെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവത്തിന് നീതിയുണ്ട്. വിശ്വസിക്കുന്നവന്റെ മേൽ വെളിപ്പെടുന്ന ഒരു ദൈവ നീതിയുണ്ട്. ഹല്ലേലൂയ. ആമേൻ. നമുക്ക് കർത്താവ് ക്രൂശിൽ തന്നിരിക്കുന്ന ഒരു സൗഖ്യമുണ്ട്, ആ സൗഖ്യം നമ്മുടെ അവകാശമാണ്. ആമേൻ. 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 അതൊക്കെ നമുക്ക് അവകാശം ദൈവം തന്നിരിക്കും. നിങ്ങൾ മക്കളെങ്കിൽ നിങ്ങൾ അവകാശികളാണ്. ഈ ആരാധനയിലൊക്കെ ചില കൊടുക്കൽ വാങ്ങലൊക്കെ നടക്കും. ഹല്ലേലൂയ. ആമേൻ. സ്തോത്രം. അപ്പനെ നാം കൊടുക്കേണ്ടത് കൊടുക്കുമ്പോൾ, അപ്പന്റെ അടുക്കൽ ചൊല്ലേണ്ടതുപോലെ നാം ചൊല്ലുമ്പോൾ ഈ അപ്പൻ നിനക്ക് ചേർന്ന് കൈമാറുവാനേ തീരും. ഹല്ലേലൂയ. ആമേൻ. യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ, യേശുവിന്റെ നാമത്തിൽ നന്ദി കർത്താവേ, നന്ദി കർത്താവേ. വലിയ സാന്നിധ്യത്തിന് വേണ്ടി നന്ദി പറയുന്നു കർത്താവേ. മറ്റുള്ളവരുടെ മുന്നിലേക്ക് നമ്മളെ തന്നെ നമുക്ക് സമർപ്പിക്കാം.